എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധനയ്ക്ക് പ്രധാന കാരണം എന്താണെന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു കുതിപ്പ് സ്വർണ്ണവിലയിൽ ഉണ്ടാവാൻ കാരണം? ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ഒരു എത്തും പിടിയും ആർക്കും ലഭിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം ഒന്നാണ്, അതെന്താണെന്ന് വെച്ചാൽ ഡോളറൈസേഷൻ കാരണമാണ്. ഈ പെട്ടെന്നുള്ള ഈ കുതിപ്പ്, അതായത് 50,000-ൽ താഴെ ഉണ്ടായ സ്വർണ്ണവില ഇപ്പോൾ 53,000 കടന്നു നിൽക്കുകയാണ്. അപ്പോൾ ഡോളറൈസേഷൻ ആണ് ഇതിന് കാരണം. എന്താണ് ഡോളറൈസേഷൻ എന്ന് പറയുന്നത്? നമുക്കതിനെക്കുറിച്ച് അറിയാം. രാജ്യങ്ങൾ അവരുടെ കയ്യിലുള്ള ഡോളറിൻ്റെ കരുതൽ ശേഖരം കുറച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ഡോളറൈസേഷൻ. അതായത് ഡോളർ റിസർവിന് പകരം ഗോൾഡ് റിസർവിലേക്ക് പല രാജ്യങ്ങളും മാറുകയാണ്. അതാണ് ഏതാനും മാസമായി തുടർച്ചയായി സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണം. അതായത് റഷ്യ-യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അമേരിക്കയും യൂറോപ്പും റഷ്യയുടെ ഡോളർ റിസർവ് മരവിപ്പിച്ചിരുന്നു. ഇതാണ് കൂടുതൽ രാജ്യങ്ങളെ ഡോളറൈസേഷന് പ്രേരിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ചൈന. 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 13.3 ടൺ സ്വർണ്ണമാണ് വാങ്ങിക്കൂട്ടിയത്. അതേസമയം 2023 പീപ്പിൾസ് ഓഫ് ചൈന വാങ്ങിക്കൂട്ടിയത് 225 ടൺ സ്വർണ്ണമാണ്. മാത്രമല്ല, ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാന്ദ്യം മൂലം ചെറുകിട നിക്ഷേപകരും കാര്യമായി മഞ്ഞലോകത്തിലാണ് നിക്ഷേപിക്കുന്നത്. ലോകത്തെ സ്വർണത്തിൻ്റെ ഡിമാൻഡിൻ്റെ പകുതിയും ഇന്ത്യ, ചൈന എന്നിവിടങ്ങളിൽ നിന്നാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്കുണ്ടായ തകർച്ച ഇന്ത്യയിലെ സ്വർണ്ണവില വർധനയ്ക്ക് കൂടുതൽ കരുത്ത് പകർന്നിട്ടുണ്ട്. പക്ഷേ സ്വർണ്ണവിലയിലെ ഈ കുതിപ്പ് ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണവില വർധന വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കേരളത്തിൽ 24 ക്യാരറ്റിന്, പ്രത്യേക ശ്രദ്ധിക്കുക, 24 ക്യാരറ്റാണ്, അതിന് ഏകദേശം 75,000 രൂപ വരെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് സ്വർണത്തിൻ്റെ വിപണി വിദഗ്ധർ പറയുന്നത്.